അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിലെ CPM-ൽ ഒരു സ്ഫോടനം നടക്കുമെന്ന് പറഞ്ഞത് മുസ്ലിം ലീഗിൻ്റെ ജില്ലാ ഉപാധ്യക്ഷനായ ഉമ്മർ അറക്കലായിരുന്നു. ശരിക്കും ഇപ്പോൾ ഒരു സ്ഫോടനത്തിൻ്റെ ആദ്യ തുടക്കം ഉണ്ടായിരിക്കുന്നു എന്ന് വേണം കരുതേണ്ടത്. അത്തരത്തിലാണ് UDF പ്രവർത്തകരിൽ നിന്നുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകുന്നത്. ഇപ്പോൾ എന്താണ് ഈ സ്ഫോടനം താങ്കൾ പറഞ്ഞ യാഥാർത്ഥ്യമായോ? അങ്ങാടിപ്പുറം പഞ്ചായത്തിലെ രാഷ്ട്രീയമായ സ്ഫോടനം സംബന്ധിച്ച് ഞാൻ നേരത്തെ ഒരു പ്രതികരണം നടത്തിയിരുന്നു. അത് സംഭവിച്ചിരിക്കുകയാണ്. ഇനിയും അത് തുടരുകയും ചെയ്യും. കാരണം നേരും നെറിയുമുള്ളവർക്ക് CPM-ൽ നിലനിന്ന് പോകാൻ കഴിയുക വളരെ പ്രയാസമാണ്. കോറാടൻ റംല ആദർശപരമായ പ്രശ്നങ്ങളുടെ പേരിൽ മുസ്ലിം ലീഗിൽ നിന്ന് രാജിവെച്ച് CPM-ൽ ചേർന്നതല്ല. വ്യക്തിപരമായ ചില അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിലും ചില തെറ്റിദ്ധാരണകളുടെ പേരിലുമാണ് മുമ്പ് അത്തരമൊരു മാറ്റമുണ്ടായത്. പക്ഷേ അവർക്ക് ഒരിക്കലും CPM-മായി യോജിച്ചു പോകാൻ പറ്റാവുന്ന സാഹചര്യമല്ല ഉള്ളത്. കാരണം CPM-ൻ്റെ സ്ഥിതി അതാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നേരും നെറിയും സത്യസന്ധതയും ഉള്ളവർക്ക് ആ പാർട്ടിയിൽ നിലനിന്ന് പോവുക വളരെ പ്രയാസമാണ്. അങ്ങാടിപ്പുറം പഞ്ചായത്തിൽ യാതൊരു അടിസ്ഥാനവുമില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ജനങ്ങളുടെ മുന്നിൽ അപഹാസ്യരായി പരിഹാസ്യരായി പാർട്ടി നിലകൊള്ളുന്ന സന്ദർഭമാണുള്ളത്. UDF-ൻ്റെ പഞ്ചായത്ത് ഭരണസമിതി നടപ്പിലാക്കുന്ന വികസന പ്രവർത്തനങ്ങൾ മുടക്കാൻ എന്തു മാർഗം എന്നാണ് CPM പലപ്പോഴും ഗൂഢാലോചന നടത്തിയിട്ടുള്ളത്. ഈ പഞ്ചായത്തിൻ്റെ ഒരു പ്രസ്റ്റീജ് പ്രോജക്റ്റാണ് ബഡ്സ് സ്കൂൾ. ആ ബഡ്സ് സ്കൂൾ യാഥാർത്ഥ്യമാകാതിരിക്കുന്നതിനു വേണ്ടി അത് മുടക്കുന്നതിനു വേണ്ടിയുള്ള പല ശ്രമങ്ങളും CPM-ൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അതൊക്കെ ഭാവിയിൽ പുറത്തു വരും. അങ്ങനെ ഓരോ നല്ല കാര്യങ്ങളും നടപ്പിലാക്കുമ്പോൾ അതിനെ മുഴുവനും തുരങ്കം വെച്ച് മുടക്കാൻ ശ്രമിക്കുകയും എന്നിട്ട് നടപ്പിലാക്കിയില്ല എന്ന് ആരോപണം ഉന്നയിക്കുകയും അങ്ങനെ ആരോപണങ്ങൾ ഉന്നയിക്കാൻ വേണ്ടി അവസരങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേക നിലപാടാണ് CPM സ്വീകരിക്കുന്നത്. ഇത് അണികൾക്കും വളരെ ഉത്തരവാദപ്പെട്ട നേതൃത്വത്തിലുള്ളവർക്കുമൊക്കെ ബോധ്യമായിക്കൊണ്ടിരിക്കുകയാണ്. ആ ബോധ്യത്തിൻ്റെ ഒരു തെളിവാണ് ഇപ്പോൾ CPM-ൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങാടിപ്പുറം മേൽപ്പാലത്തിൻ്റെ കാര്യത്തിലും ഇതേ നിലപാടാണ് CPM സ്വീകരിക്കുന്നത്. 2 തവണ ഭരണം ലഭിച്ച് 10 കൊല്ലം തികയാൻ പോകുന്ന സന്ദർഭത്തിലും ഒരാടമ്പാലം മാനത്തുമംഗലം ബൈപ്പാസിന് വേണ്ടി ഒരു ചെറുവിരൽ പോലും അനക്കാതിരിക്കുന്നവർ ഇപ്പോഴും പാലത്തിൻ്റെ വീതിയെക്കുറിച്ചും അതുമൂലമുള്ള പ്രയാസങ്ങളെക്കുറിച്ചും മാത്രം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് സ്വന്തം അണികളെയും നാട്ടുകാരെയും ഒക്കെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഇത് അണികൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസമാണ് 30 വർഷങ്ങൾക്ക് മുമ്പുണ്ടാക്കിയ ഒരു കുളത്തിൻ്റെ ചുമരുകൾ ഇടിഞ്ഞു വീണപ്പോൾ അത് ഇപ്പോഴത്തെ ഈ പുതിയ UDF-ൻ്റെ ഭരണസമിതി ഉണ്ടാക്കിയ പടവുകളാണ് ഇടിഞ്ഞു വീണത് എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ ഫോട്ടോ എടുത്ത് പത്രങ്ങളിൽ കൊടുത്ത് സോഷ്യൽ മീഡിയയിൽ വലിയ പ്രചരണം നടത്തി. അവസാനം ആ നാട്ടുകാർ തന്നെ രംഗത്ത് വന്ന് ഇത് ഏതോ കാലത്തുണ്ടാക്കിയ കുളമാണെന്നും അന്നുണ്ടാക്കിയ പടവാണെന്നും UDF കെട്ടിയ പടവുകൾക്ക് ഒരു തകരാറും സംഭവിച്ചിട്ടില്ലെന്നും തുറന്ന് പറഞ്ഞതോടുകൂടി CPM-ൻ്റെ നേതാക്കന്മാർ ഒളിച്ചോടുന്ന സ്ഥിതിവിശേഷമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഓരോ വിഷയങ്ങളും ഈ രൂപത്തിലാണ്. CPM-ൻ്റെ എല്ലാ നിലപാടുകളും ഇങ്ങനെ തന്നെയാണ്. അതുമായിട്ട് യോജിച്ചു പോവുക ആർക്കും വലിയ പ്രയാസമാണ്. ഇപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ CPM-ൻ്റെ എക്കാലത്തെയും പ്രകടനങ്ങളിലൊരു മുദ്രാവാക്യമാണ് ഞങ്ങളിലില്ല മുസ്ലിം രക്തം, ഞങ്ങളിലില്ല ഹിന്ദു രക്തം, ഞങ്ങളിലില്ല ക്രൈസ്തവ രക്തം. ഇത് CPM-ൻ്റെ ഏറ്റവും പ്രസ്റ്റീജിയസ് മുദ്രാവാക്യമാണ്. നമ്മൾ നിരന്തരമായി കേൾക്കുന്നതാണ്. ആ CPM-ആണ് ഇപ്പോൾ അയ്യപ്പ സംഗമം നടത്തുന്നു, ഗണേശോത്സവം നടത്തുന്നു, ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിക്കുന്നു. ഇതൊക്കെ ആളുകൾ കാണുകയാണ്. അവരുടെ നയം മാറ്റം, അവരുടെ മനം മാറ്റം, അവരുടെ പരസ്പര വിരുദ്ധമായിട്ടുള്ള നിലപാടുകൾ പുറത്തൊന്ന് വേറെ ഒന്ന് ഇതാണ്.
പുറത്ത് ആളുകളോട് വെളുക്കെ ചിരിച്ച് കാണിച്ചു കൊടുക്കുകയും ഉള്ളിലൂടെ പാര പണിയുകയും ചെയ്യുന്ന സമീപനമാണ് നിരന്തരമായി അങ്ങാടിപ്പുറത്ത് CPM ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇടപെട്ടെ. CPM ഇപ്പോൾ അങ്ങാടിപ്പുറത്തെ ഈ കൊറോണ റംലയുടെ പാർട്ടിയിൽ നിന്നുള്ള രാജി അത് CPMന് വലിയ ദോഷം ചെയ്യുമ്പോൾ UDFന് അത് ഗുണകരമാവുമോ? കൊറോണ റംലയുടെ രാജി CPMന് ദോഷം ചെയ്യുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം അവർ നല്ലൊരു സാമൂഹ്യ പ്രവർത്തകയാണ്, ജീവകാരുണ്യ പ്രവർത്തകയാണ്, ജനങ്ങളുടെ ഇടയിൽ അംഗീകാരമുള്ളയാളാണ്. അവർ ആ വാർഡിൽ മുസ്ലിം ലീഗിലായപ്പോഴും LDFലേക്ക് പോയ സമയത്തും ജയിച്ചയാളാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും റംലയുടെ രാഷ്ട്രീയ നിലപാടിലുള്ള മാറ്റം CPMന് ദോഷം ചെയ്യുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ പെട്രോളിന് ഞാൻ നമുക്ക് എവിടുന്ന് കൊണ്ടുപോകണോ? നമുക്ക് മണാലിയിൽ നിന്ന് വാങ്ങാം. ലഡാക്കിൽ പോകുമ്പോൾ ഒരൊറ്റ പെട്രോൾ പമ്പ് പോലും ഇല്ലാതെ 300 കിലോമീറ്റർ വരെ ഉണ്ട്. 300 കിലോമീറ്ററോ? ഈ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ചുറ്റിനും മല, അതിന്റെ നടുവിലൂടെ നോക്കിയാ നോട്ടം കിട്ടാത്ത റോഡ്, അതിലൂടെ നമ്മള് രണ്ടാളും ബുള്ളറ്റിൽ പോകുന്നത്. ഈ ഒന്ന് ഓർത്ത് നോക്കിയാടാ. എടാ ബസ്സിലേക്കിട്ട ആക്സിഡന്റ് ഒന്ന് കൊടുത്താ. വിരലിന്റെ അറ്റം കട്ടായി പോയിട്ട് ഇങ്ങനെ തൂങ്ങി കിടക്കുമായിരുന്നു. മുറിച്ച് കളയണമെന്നാണ് കൊണ്ടുപോടത്തൊക്കെ പറഞ്ഞത്. കൂടെ ഉണ്ടായിരുന്ന അഭി പറഞ്ഞു നമുക്ക് കിംസ് അൽഷിഫയെ കൊണ്ടുപോകാം. വിരലിന്റെ കാര്യത്തിലാണേലും യാത്രയുടെ കാര്യത്തിലാണേലും രണ്ടും മുറിഞ്ഞു പോകാതെ തുന്നിച്ചേർത്തത് കിംസ് അൽഷിഫയിലെ ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെന്ററാണ്. ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെന്റർ, കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.